അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഗസ്റ്റുകളൊക്കെ നമ്മളെ വീട്ടിൽ വരുമ്പോൾ നല്ല വെറൈറ്റി ആയിട്ട് അടിപൊളിയിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് എങ്ങനെ ചെയ്യണമെന്ന് നോക്കിയാലോ. ഇതിലേക്ക് നമ്മൾ 1/2 കിലോ ചിക്കൻ ചെറുതാക്കി നുറുക്കിയതാണ് എടുക്കുന്നത്. ഇതിലേക്ക് 2-2.5 ടീസ്പൂൺ മുളക് പൊടി, നമ്മുടെ അത്യാവശ്യം എരിവ് ഉണ്ടാവുകയാണ് നല്ലത്. മുളക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കുരുമുളക് പൊടി ചേർക്കണം. ഇനി നമ്മളിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകവും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിലയും 1 ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലവണ്ണം കുഴച്ച് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് ചിക്കൻ ചേർത്ത് കൊടുക്കും. ഇനി അതിൽ മസാലകൾക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് നല്ലോണം അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ആദ്യം ഒരു 5 മിനിറ്റ് നല്ല ഫ്ലെയിമിലും പിന്നീട് ഫ്ലെയിം കുറഞ്ഞ തീയിലുമാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം. വെള്ളം വറ്റി വരുന്ന, അപ്പോൾ ഇതിൽ വെള്ളം ഉണ്ടായി വരും. ആ വറ്റി വരുന്ന സമയത്ത് ഇതിലേക്ക് വലിയ ഉള്ളി ഒരു 2 ഉള്ളി ചേർത്ത് കൊടുക്കാം. വെന്ത് വരുമ്പോൾ ഉള്ളിയൊന്നും കാണില്ല, അത് നല്ല വറ്റി റെഡി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടാവും. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു സ്പെഷ്യൽ മസാലയാണ് ചേർത്ത് കൊടുക്കണം. ബാർബിക്യൂവിൻ്റെ ചിക്കൻ മിക്സ് ചേർത്ത് 1 ടീസ്പൂൺ ചേർത്ത് നല്ല ഫ്രൈ ആക്കി എടുക്കുക. ആവശ്യത്തിന് മല്ലിച്ചപ്പും ചേർത്ത് കൊടുത്ത് നമുക്കത് സെർവ് ചെയ്യാം. ഒരു ബാർബിക്യൂ മസാല ചേർക്കുമ്പം ഒരു വെറൈറ്റി ടേസ്റ്റാണ്. നല്ല അടിപൊളിയായിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാഹ്.